പഠിക്കുന്ന കുട്ടികൾ ദിവസവും ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ഒരു മന്ത്രം ദിവസവും ചൊല്ലുകയാണെങ്കിൽ പഠിക്കുന്നതൊന്നും മറക്കില്ല, നല്ല ഓർമ്മശക്തി ഉണ്ടാകും, അതേപോലെ നല്ല കോൺസെൻട്രേഷനും കിട്ടും. പഠിക്കാൻ നമുക്ക് മെമ്മറി പവർ മാത്രം പോരാല്ലോ, കോൺസെൻട്രേഷനും വേണം. നല്ലതായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നല്ലതായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അത് ഓർമ്മയിലും നിൽക്കുകയുള്ളൂ. പരീക്ഷാ സമയത്ത് അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും ചെയ്യുള്ളൂ. ഈ ഒരു മന്ത്രം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ചൊല്ലാവുന്നതാണ്. പ്രായമാകും തോറും നമുക്ക് മറവി പ്രശ്നങ്ങൾ വരാറുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ ഈ മന്ത്രം ഡെയിലി ചൊല്ലുന്നത് നല്ലതാണ്. കുട്ടികളെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇത് ചൊല്ലാവുന്നതാണ്. ചൊല്ലുന്നതിന് മുമ്പായിട്ട് കുളിച്ച് ശുദ്ധിയാവുക, അതായത് നല്ല വൃത്തിയായിട്ടിരിക്കുക, നല്ല വസ്ത്രമൊക്കെ ധരിക്കുക. അതേപോലെ മീൻ അല്ലെങ്കിൽ ഇറച്ചി അങ്ങനത്തെ നോൺ വെജ് ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. അതായത് ആ നാമം ചൊല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ അതൊന്നും കഴിക്കാൻ പാടില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കുളിച്ചിട്ട് വേണം ഈ മന്ത്രം ചൊല്ലേണ്ടത്. നിലത്തൊരു പായോ തുണിയോ വിരിച്ചിട്ട് വേണം അവിടെ നമ്മൾ നാമം ജപിക്കാനിരിക്കുന്ന പോലെ ചമ്രം പൂട്ടിയിരിക്കുക, നടു നിവർത്തി വെക്കുക, എന്നിട്ട് കണ്ണുകൾ അടച്ച് വെക്കുക. ശ്വാസം നന്നായിട്ട് അകത്തേക്കെടുത്ത് ശ്വാസം നന്നായി പുറത്തേക്ക് വിടുക. ഒരു 5 മിനിറ്റ് ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം ഈ മന്ത്രം പതിയെ ചൊല്ലേണ്ടത്. കുറച്ച് സൗണ്ട് എടുത്ത് തന്നെ ചൊല്ലാം. ഓം മഹാസരസ്വതേ നമഃ. ഇത് നിങ്ങൾ പറ്റുന്ന അത്രയും, അതായത് ഒരു 108 പ്രാവശ്യമെങ്കിലും ഒറ്റയിരിപ്പിൽ ചൊല്ലുന്നത് നല്ലതായിരിക്കും. 108 എന്ന് പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തീരുന്നതാണ് കേട്ടോ. അപ്പം ഓം മഹാസരസ്വതേ നമഃ എന്ന് 108 പ്രാവശ്യം ചൊല്ലുക. കണ്ണടച്ച് വേണം ചൊല്ലേണ്ടത്. ഇങ്ങനെ കണ്ണടച്ച് ചൊല്ലുമ്പോൾ 2 പുരികങ്ങളുടെ നടുക്കായി ഓം എന്നും മഹാസരസ്വതേ നമഃ എന്ന വാക്കും ഇങ്ങനെ ഒഴുകി പോകുന്നതായിട്ടും വീണ്ടും ഓം മഹാസരസ്വതി നമഃ നമ്മുടെ 2 പുരികങ്ങളുടെ നടുക്കായിട്ട് ഒഴുകി പോകുന്നതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ഇത് ചൊല്ലേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെമ്മറി പവർ കൂടും എന്ന് മാത്രമല്ല കോൺസെൻട്രേഷൻ പവറും കൂടുന്നതാണ്. ഈ ഒരു മന്ത്രം വഴി നമ്മൾ സരസ്വതി ദേവിയെയാണ് പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ദേവിയാണല്ലോ അറിവിൻ്റെ ദേവി എന്നറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഇതിലൂടെ നമ്മൾ ദേവിയാണ് ഉപാസന ചെയ്യുന്നത്. രാവിലെയോ വൈകുന്നേരമോ ചെയ്യാം, ഉച്ച സമയത്തൊന്നും പാടില്ല. രാവിലെയോ വൈകുന്നേരം ഏറ്റവും നല്ലത് രാവിലെ ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇത് ഇത്രയും ചെയ്ത ശേഷം പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നല്ല എനർജിയും നല്ല മെമ്മറി പവറും ഒക്കെ കിട്ടുന്നതായിരിക്കും.